സേമിയ ഉപ്മാവിന് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഉള്ളി, ബീൻസ്, ക്യാരറ്റ്. അത് കൂടാതെ ഐ ഓൾസോ ടേക്ക് കുറച്ച് ഫ്രോസൺ ഇതൊക്കെ സ്വീറ്റ് കോണും പിന്നെ പട്ടാണിയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇടാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റപ്പ് ആക്കട്ടെ. ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞു, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, കൊറിയൻഡർ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് വറക്കാൻ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇടണം. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഇടുക. ദെൻ കുറച്ച് ഉഴുന്നപരിപ്പ്, ദെൻ കുറച്ച് ജീരകം, രണ്ട് പെപ്പർ ഇട്ടിട്ടുണ്ട്. ദെൻ പച്ചമുളക്. അപ്പോൾ ഞാൻ കണ്ണിലിടല്ലേ, പച്ചമുളകാണ്. അത് നീ കണ്ണിലോട്ടാക്കരുത്. കൈ കഴിയും അവനത് ഇട്ടത്, അതുകൊണ്ട് എനിക്കൊരു പേര്. ഇനി നമ്മൾ സവോള ഇടുക. അപ്പോൾ ഞാൻ നിനക്ക് എത്തത്തില്ലടാ, നിനക്ക് എത്തുമല്ലോ. അവൻ ബ്രേക്ക് എന്നാൽ ചെയർ എടുത്തിട്ട് വാ. അപ്പോൾ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുക. ഇതൊക്കെ വലുതാവുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരമാണ്. ഈ ഒരു ഏജിൽ എല്ലാവരും, ഞാനും അങ്ങനെയായിരുന്നു. ഈ ഒരു ഏജിലൊക്കെ നമ്മൾ മമ്മിക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. പിന്നെ അങ്ങോട്ട് നമ്മൾ മടി പിടിച്ചു. അങ്ങനെ അവരിത് കണ്ടിന്യൂറ്റി വേണം. എന്തും ലൈഫിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ വിജയമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് അത് പൊടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മീൻ വൈ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പൊടിക്കുമില്ല. എന്നിട്ട് ബീൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. കുറച്ചും കൂടെ പൊടിക്കും, ഫൈൻ പൊടിക്കും. സോ ഇതിനി നമ്മൾ നന്നായിട്ട് വഴറ്റുക. ഇന്ന് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, സേമിയ ഉപ്പുമാവ്. നന്നായിട്ട് വഴറ്റാം. അത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഉപ്പെല്ലാം പൊടിച്ചു കഴിഞ്ഞു. താങ്ക് യു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ പട്ടാണി പിന്നെ സ്വീറ്റ് കോൺ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റാം. ഞാനെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് ജീരകപ്പൊടി. ഓൾറെഡി ജീരകം ഞാൻ ഇട്ടതാണ് എങ്കിലും. ആൻഡ് ദെൻ കുറച്ച് ഗരം മസാല ടു റിക്വയർഡ് ദ ഫ്ലേവർ ഓഫ് മസാല. ഞാനത് ഇടുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് ഒന്ന് വേവട്ടെ. ഞാനൊരു 1 ഗ്ലാസ് സേമിയ എടുത്ത്, അപ്പോൾ ഒരു 1.5 ടു വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഗ്ലാസ് ഓഫ് വാട്ടർ. സോ ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് സേമിയ ആഡ് ചെയ്യാവുന്നതാണ്. മീൻവൈൽ നമുക്ക് ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ സേമിയ ഒക്കെ ഇട്ട് ലാസ്റ്റ് കൊറിയൻഡറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാം. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കിടന്ന് കുറച്ച് നേരം വേവട്ടെ. ഇതിനി വറ്റി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് കൊറിയൻഡറും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണ്ട, അത് ബാക്കി ലാസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കുറച്ച് നേരം ഇതിനകത്ത് കിടന്ന് വേവട്ടെ. അതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ കിടന്ന് ഒന്ന് ചൂടാതെ കിടന്നോളൂ. ഞാനൊരു നുള്ള് ഗരം മസാലയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട് ഫോർ എ ഫ്ലേവർ. ഇതൊക്കെ ഓപ്ഷണലാട്ടോ, ഇതൊക്കെ എൻ്റെ ഒരു റെസിപ്പിയാണ്. ഇഫ് യു ഗൈസ് ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മതി പിന്നെ. സോ
ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമുക്കത് വാങ്ങാൻ കിട്ടും അതിൻ്റെ കൂട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി. നമ്മുടെ സേമിയ ഇസ് റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.